ലോകത്തുനിന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലേ. അതിൻ്റെ ഏറ്റവും മിസൈലുകൾ ഓരോ രാത്രിയും ഇറാനിലോട്ടും അതുപോലെ തന്നെ ഇസ്രായേലിലോട്ടും തിരിച്ചു രണ്ട് ശക്തികളും ഒട്ടും പിന്മാറാതെ വിട്ടുകൊടുക്കാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും, ആര് തോൽക്കും, ആർക്കാണ് കൂടുതൽ പ്രഹരശേഷി, ഇതൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഇറാൻ ഇസ്രായേൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രശ്നം എന്താണ്, എവിടുന്നാണ് അവർ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കും ഇനി ലോകത്തെ ബാധിക്കാൻ പോകുന്നത്, ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് ഈ യുദ്ധം. ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടിരുന്ന് ഇപ്പൊ പലരും വരാനുണ്ടല്ലോ, അതിർത്തിയുള്ള ആളുകൾക്ക് നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് അതിർത്തിയിൽ നടക്കുന്ന ഒരു പൂരം മാത്രമാണ്, അത് കേൾക്കുന്നവർക്കും അത് അനുഭവിക്കാത്തവർക്കും. അപ്പൊ ആ രീതിയിൽ നമ്മളിങ്ങനെ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വേൾഡ് മൊത്തം. എങ്ങനെയായിരിക്കും ഇത് ഇന്ത്യനെ ബാധിക്കാൻ പോകുന്നത്, ലോകത്തെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇത് UPSC-യിൽ എങ്ങനെയൊക്കെയാണ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫേസിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒറിജിൻ, ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ ഒറിജിൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ മാപ്പ്. ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ കിടക്കുന്ന രാജ്യം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഒറ്റ അടുത്തടുത്തുള്ള ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള രാജ്യമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് മിസൈൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. അപ്പൊ അവരുടെ മാപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ വേൾഡിലെ ഇമ്പാക്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ മാപ്പ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പൊ നമ്മള് പറയുന്ന ഇറാന് ഇസ്രായേൽ നമ്മളെ ഇഷ്യൂ ആണ്. ഇറാന് കിടക്കുന്നത് ഇവിടെയാണ്, ഇസ്രായേലുള്ള ഇവിടെയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഇടയിൽ വരുന്ന രാജ്യങ്ങൾ ഇറാഖ് വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, പിന്നെ ടർക്കി കുറച്ച് മുകളിലാണ് ഇവരുടെ ബാഡായിട്ട്, പിന്നെ അതുപോലെ തന്നെ ജോർദാൻ വരുന്നുണ്ട്, ഇവിടെ വെസ്റ്റ് ബാങ്ക് ഉണ്ട്, ടെല്ലവീവ് വെസ്റ്റ് ബാങ്ക്, തൊട്ടിപ്പുറത്ത് ഗാസ സ്ട്രിപ്പ് ഉണ്ട്. ഞാൻ ഇസ്രായേൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇവിടുന്നാണ് ടെഹ്റാനിൽ ക്യാപിറ്റൽ ടെഹ്റാൻ എടുക്കുന്നുണ്ട്, ഇവിടെ ടെല്ലവീവ് വരുന്നുണ്ട്, ടെഹ്റാൻ ഇറാഖിലേക്കും അങ്ങനെയാണ് മിസൈൽ വരുന്നത്. ഓക്കെ, അപ്പോ എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാല് അത്രയും രാജ്യങ്ങൾ ഇടയിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇത്രയും രാജ്യങ്ങളെ മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മിസൈൽ മുകളിലൂടെ പോയിട്ട് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഓരോ രാജ്യങ്ങളും തൊടുത്ത് വിടുന്നത് എന്നുള്ളതും എന്താണ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. പിന്നെ ഉണ്ടോ, ഇതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം, ഇത്രയും രാജ്യങ്ങൾക്കിടയിലൂടെയാണ്. അപ്പൊ നമുക്ക് വേൾഡ് മാപ്പിൽ ഞാൻ അവരൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ഇന്ത്യന്റെ വേൾഡിന്റെ മാപ്പ് എങ്കിൽ ഇന്ത്യ ഉള്ളത് ഇവിടെയാണ്, അറിയല്ലോ. ഇറാൻ ഉള്ളത് ഇവിടെയാണ്, ഇറാൻ ഇവിടെയാണ് ഇസ്രായേൽ. അപ്പൊ ഇന്ത്യന്റെ അടുത്ത് വരുന്ന രാജ്യം ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരെ സൂം ചെയ്ത് കാണിച്ചാല് ഇവിടെയാണ് ഇഷ്യൂ നടക്കുന്ന ഏരിയ കേട്ടോ. ഈ ഏരിയ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് സൂം ചെയ്ത് കാണിക്കുക. ഇന്ത്യ ഞാൻ ഏരിയ മാത്രം എടുത്ത് കാണിക്കാം. ഇന്ത്യക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ഇന്ത്യയുടെ അടുത്ത് നമ്മളെ മാപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ തൊട്ടടുത്ത് വരുന്ന രാജ്യമാണ് ഇറാൻ കേട്ടോ. ഇറാന്റെ തൊട്ടടുത്ത് വരുന്ന രാജ്യം ഇറാഖാണ്. ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് ബന്ധമില്ല. അല്ലെങ്കിൽ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ടർക്കിയാണുള്ളത്. ഇറാഖിന്റെ അടുത്താണ് സിറിയ ഉള്ളത്, സൗദി അറേബ്യ ഉള്ളത്, ജോർദാൻ ഉള്ളത്. ജോർദാന്റെ അടുത്താണ് ഇസ്രായേൽ. ജോർദാനിന്റെ അടുത്ത്, സിറിയന്റെ അടുത്ത്, ലെബനാന്റെ അടുത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ എന്നുള്ള രാജ്യം കിടക്കുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ടെഹ്റാൻ ഇവിടെ ഉള്ളത്. ഇത് വേൾഡ് യുദ്ധമായിട്ടൊക്കെ മാറുമോ എന്നുള്ളവൻ കാണേണ്ടി വരും. ഇതാണ് ഇസ്രായേൽ, ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിൽ ഈ ഓരോ സ്ഥലങ്ങളിലോട്ടും നമുക്ക് ഇനി ചർച്ച ചെയ്യും നമ്മൾ. ഇവിടെയാണ് ഗാസ സ്ട്രിപ്പ് ചെറുതായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവിടെ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. ഓക്കെ, ഇത് രണ്ട് മാറ്റിച്ച ബാക്കിയുള്ള ഏരിയയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഹൈഫയിലേക്ക് അവരുടെ തുറമുഖ നഗരത്തേക്കൊക്കെ ഒരുപാട് ബോംബുകൾ വന്നിട്ടുണ്ട്. ടെല്ലവീവിലേക്ക് ക്യാപിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇസ്രായേൽ കിടക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് അവരുടെ ഇസ്രായേലിന്റെ അടുത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഈജിപ്ത് ഉണ്ട്, ഇവിടെ ഈജിപ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏതുണ്ട്, ജോർദാൻ ഉണ്ട് ഒരു സൈഡില്, സൗദി അറേബ്യ അടിയിലാണ്, നേരിട്ട് കണക്ഷൻ ഇല്ല. പിന്നെ ഇവിടെ സിറിയ ഉണ്ട്, ഇവിടെ ലെബനാൻ ഉണ്ട്, എവിടെയാണ് സൈപ്രസ് ഉള്ളത് ഇപ്പുറത്ത്, അത് ഒരു ദ്വീപ് രാജ്യമാണ്. ഇതാണ് അതിൽ മാപ്പ് ബേസ് ആയിട്ട് അറിയേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രാജ്യം തന്നെയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഓൾറെഡി ഇസ്രായേൽ ഇഷ്യൂ നടന്ന സമയത്ത് വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പിൽ, ഗാസയിലാണ് ഇസ്രായേൽ ഇപ്പൊ യുദ്ധം തന്നെ, ചെറിയ രാജ്യത്തിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, മിസൈലൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി വലിയ രാജ്യത്തായിട്ട് ഒരു യുദ്ധം വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും ഈ ഗാസയെ നേരിട്ടതുപോലെ അത്ര എളുപ്പമാവില്ല ഒരിക്കലും ഇസ്രായേലിന് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ വലിയ രാജ്യമാണ്,
ഇറാന്റെ ശക്തി നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അമേരിക്ക വരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ടും ചർച്ച ചെയ്യാം. അതിന് ഇന്ത്യൻ ഇമ്പാക്ട് എന്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇറാന്റെ എവിടെയാണ് ഇസ്രായേൽ, ഇറാനും ഇസ്രായേൽ അടുത്തല്ല, അതിനിടയിൽ രാജ്യങ്ങൾ ഇറാഖൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ഇതിന്റെ ഒറിജിനൽ കാരണം എന്നുള്ളത് മനസ്സിലാക്കി. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് എന്താണ് കാരണം? യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഇതൊരു പെട്ടെന്നുണ്ടായ കോൺഫ്ലിക്റ്റ് അല്ല. ഇത് ജസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ വെറും ഒരു യുദ്ധങ്ങൾ, പരസ്പരം ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബുകൾ ഇട്ടുകൾ മാത്രം യുദ്ധം മാത്രമല്ല. ഇതിന്റെ റൂട്ട് നിന്ന് ഐഡിയോളജിക്കലിയും റിലീജിയൻ ബൈസ് ആയിട്ടും റീജിയണൽ ഡോമിനൻസിന് വേണ്ടിയൊക്കെയുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു ശ്രമം ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ റൂട്ട് കോസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 1979 വരെ ഇറാനും ഇസ്രായേലും നല്ല റിലേഷനിലുള്ള രാജ്യമായിരുന്നു. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ലി റിലേഷൻ പോലെയായിരുന്നു അവരുണ്ടായിരുന്ന, ഡിപ്ലോമാറ്റിക് ടൈസ് നോർമൽ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ളത് പോലെ തന്നെ അവരും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിലും 1979 ഉണ്ടാവുന്ന ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അവിടെ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിനുശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു റിലീജിയസ് രാജ്യമായിട്ട് ഇറാൻ മാറി. അതിനുശേഷം ഇസ്രായേൽ എന്ത് ചെയ്യാണ്, അവരെ ഇസ്ലാമിനെതിരായിട്ടുള്ള രീതിയിൽ അവരെ ശത്രുക്കളായിട്ട് എന്ത് ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റി ഇസ്രായേൽ കോൺഫ്ലിക്റ്റുകൾ പല സ്ഥലങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആന്റി ഇസ്രായേൽ ഗ്രൂപ്പുകളായിട്ടുള്ള ഹെസ്ബുള്ള, ഹമാസ്, പലസ്തീനുള്ള ഹമാസ്, അതുപോലെ തന്നെ ഹെസ്ബുള്ള ലെബനാനുള്ള ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറാനിൽ ന്യൂക്ലിയർ പ്രോഗ്രാം തുടങ്ങിയല്ലോ, ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് തുടങ്ങിയതിന് ശേഷം അത് ഇസ്രായേൽ എന്ത് ചെയ്യാണ്, ഒരു ത്രെട്ടായിട്ട് മനസ്സിലാക്കാണ്. ഇപ്പം അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കാരണവും ഇല്ലാതെ ഒരു യുദ്ധം പുറപ്പെടാനുള്ള കാരണത്തിന് പിന്നിലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ശേഷി, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന ശേഷി ഇറാൻ ഉടനെ കൈവരിക്കും എന്ന് മനസ്സിലാക്കിയതാണ്. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്, ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഇറാന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്, ഇത് ഇറാന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ഒരു ത്രെട്ടാണ് എന്നുള്ള എന്ത് ചെയ്യാണ്, ഇസ്രായേൽ മനസ്സിലാക്കാണ്. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഇറാൻ എന്ത് ചെയ്യാൻ പാടില്ല, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല. അതിന്റെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കാരണം ഒരു രാജ്യത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, മറ്റു രാജ്യങ്ങൾ അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് പറയാനുള്ള അധികാരം ഇവർക്കുണ്ടോ? അതുപോലെ തന്നെ ഒരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് അവിടെ മിസൈൽ ആക്രമണം, ന്യൂക്ലിയർ അവരുടെ പരീക്ഷണശാലകൾക്കെതിരെയും ശാസ്ത്രജ്ഞന്മാർക്കെതിരെയൊക്കെ എന്ത് ചെയ്യാൻ ന്യൂക്ലിയർ അറ്റാക്ക് നടത്തി, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മറ്റൊരു വശം. നമ്മൾ അതിന് കാരണം എന്താണെന്നുള്ളത് നോക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരതിന് തിരിച്ചടിക്കുന്നുണ്ട് അല്ലേ. കുറഞ്ഞ രാജ്യങ്ങൾക്ക് വേൾഡിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങൾ അവരൊക്കെ നിലനിർത്താനും ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ള ന്യൂക്ലിയർ ട്രീറ്റി പോലത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാന്റെ കയ്യിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് കേട്ടോ. പല രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് പല രാജ്യങ്ങൾക്കും അത് ആവശ്യമാണ്, പരസ്പരം യുദ്ധം ചെയ്യാനല്ല, അവർക്ക് സുരക്ഷയ്ക്കും വേണ്ടി, സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യില്ല, ആ രാജ്യങ്ങൾ പരസ്പരം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതുകൊണ്ട്. കാരണം മറ്റാ കയ്യിലുണ്ട്, ഇയാളും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രാജ്യവും തീരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്. ഒരു ഇറാൻ ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഇല്ല. അപ്പൊ ആ പേടി സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യും, നിലനിൽപ്പിന്റെ പേടി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടാക്കിയതിന് ശേഷം ഇസ്രായേൽ എന്ത് ചെയ്യാണ്, ഇറാൻ അതൊരു ത്രെട്ടായിട്ട് കാണുകയും അത് എന്ത് ചെയ്യാണ്, അവർ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ വാറുകളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല അസാസിനേഷൻസ്, പല സയന്റിസ്റ്റുകളെ കൊല്ലുന്നു. നേരിട്ട് യുദ്ധമല്ല, അവർ ഇൻഡയറക്റ്റ് ആയിട്ട് കൊല്ലുന്നതും, സിറിയയിലും പല സ്ഥലങ്ങളിലും പ്രോക്സി വാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാണ്, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്ന വാറുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോൾഡ് വാർ എറന്റെ ഒരു രീതിയിലാണ് ആ സമയത്ത് പോകുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ വിഷയം ഉണ്ടാവുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലെബനാനും ഇറാനും അല്ല അതുപോലെ തന്നെ മറ്റുള്ള ഗാസയും സിറിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ കാരണമായിട്ട് വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു എസ്കലേഷൻ ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ്. 2023-24 കാലഘട്ടത്തിലാണ് അവരുടെ ബന്ധം ഒന്നുകൂടിയും വളരെ മോശമാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഒക്ടോബർ 2023 എന്ത് ചെയ്യുന്നുണ്ട്, ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, മാസീവായിട്ടുള്ള അറ്റാക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടതാണ്, യുദ്ധത്തിൽ ഇപ്പം ഹമാസും ഇസ്രായേലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ 2024 ഏപ്രിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഡെക്കേഡ് തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറാന് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, 300ഓളം ഡ്രോൺ അറ്റാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിൽ ഇടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേലും തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രായേൽ അവിടെ
ഇസ്ഫാൻ എന്നുള്ള അവരുടെ സ്ട്രാറ്റജിക് മിലിറ്ററി കേന്ദ്രത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറാനിൽ ആക്രമിക്കുന്നുണ്ട്. അത് അങ്ങനെ അവിടെ അവസാനിച്ച ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറിയില്ല. പക്ഷേ ഒരു ചെറിയ ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട് 2023, 24 കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഒരു ഫുൾ സ്കെയിൽ വാറിലേക്കൊക്കെ പോകുന്നു കരുതിയിരുന്നു അന്ന്, പക്ഷെ അന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് ആ ഇസ്ഫാൻ റീജിയൻ, അതാണ് 2000 മുന്നുണ്ടായിരുന്ന ഇഷ്യൂ. ഇനി ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുണ്ടായ ഇഷ്യൂ ആണ് 2025 എന്ത് ചെയ്യാന്നാണ്, ഇറാനിലുള്ള അവരുടെ ആണവ കേന്ദ്രത്തിന് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാണ്. കാരണം ആ ഒരു ആണവ സമ്പുഷ്ടീകരണം നടന്ന് എന്താണ്, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കഴിവ് ഇറാൻ നേടാൻ പോവുകയാണ് മാസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതൊരു ആണവ യുദ്ധം, ആണവ വെപ്പൺസ് അവരുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാര്യമില്ലല്ലോ. അതിന് മുന്നെന്ത് ചെയ്യാണ്, ആണവ കേന്ദ്രങ്ങളെയും അവരുടെ സയന്റിസ്റ്റുകളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ എന്ത് ചെയ്യാണ്, ഇസ്രായേൽ ആക്രമിക്കുകയാണ്. കാരണം അവർക്ക് നിലനിൽപ്പിന്റെ ആവശ്യം പോലെയാണ് അവർ ആക്രമണം ഉണ്ടാവുന്നു, ഒരു പ്രകോപനം ഇല്ലാതെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാവുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേലിലേക്ക് എന്ത് ചെയ്യുന്നതാണ് ഇപ്പം ഇറാന് അവരുടെ ഇറാന്റെ പവറിനെ ചെറുതായി കണ്ടോ എന്താണെന്നറിയില്ല. ഇപ്പം ഇറാൻ എന്ത് ചെയ്യാണ്, നിരന്തരമായിട്ട് അവരുടെ അയൺ ഡോമുകളൊക്കെ മറികടന്നുകൊണ്ട്, മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം ഇറാനിലേക്ക് എന്ത് ചെയ്യാണ്, ഇസ്രായേലിലേക്ക് ഒരുപാട് മിസൈലുകൾ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇറാനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ ദിവസങ്ങൾ വെച്ചുകൊണ്ട് ഓരോരോ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ഈവൻ അവരുടെ ന്യൂസ് കേന്ദ്രത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആക്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാനുള്ളത് ഇത് എങ്ങനെയായിരിക്കും ലോകത്തിനെ ബാധിക്കാൻ പോകുന്നത്, ഇന്ത്യയെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതാണ്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വിഷയമായിട്ട് മാത്രം അതിനെ കാണാൻ പറ്റൂല. ഓക്കെ, ഗ്ലോബൽ ആൻഡ് റീജിയണൽ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് പല രീതിയിലും ലോകത്തെ ബാധിക്കാൻ പോകുന്നുണ്ട്. ഒന്ന്, ഓയിൽ പ്രൈസ്. കാരണം ഓയിൽ കേന്ദ്രമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തോട്ടും പ്രധാനപ്പെട്ട ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. അവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ പ്രൈസിനെ അത് ബാധിക്കും. ഇറാനിൽ എല്ലാ രാജ്യങ്ങളൊന്നും വാങ്ങുന്നില്ല, ഇന്ത്യ വാങ്ങുന്നുണ്ട് കുറച്ച്. പക്ഷേ ഇറാനിലെ അതിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കാണാൻ പറ്റുന്നത് ആ ഹോർമൂസിന്റെ എന്താണ് തടസ്സം ഉണ്ടായി കഴിഞ്ഞാലും, അവിടെ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓയിൽ സപ്ലൈ പല രാജ്യങ്ങളോട്ടും സ്തംഭിക്കും. അത് ലോകത്ത് ഓയിൽ പ്രൈസ് കൂടുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട് കാരണമാവും. 20% ഗ്ലോബൽ ഓയിലും പോകുന്നത് ഇതിലൂടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഓയിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ലോകത്ത് വിലക്കയറ്റം ഉണ്ടാവും, സാധനങ്ങൾക്കൊക്കെ വില കൂടും. അതെല്ലാ രാജ്യത്തിനും എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് സൂപ്പർ പവർ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫുൾ വാറിലോട്ട് ഭാവിയിൽ നീങ്ങുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെ അപ്പം അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസിലൊക്കെ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപ് ഇപ്പം സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭാവിയിൽ എപ്പോഴും ട്രംപിന്റെ സ്വഭാവം മാറാം എന്ന് അറിയുന്നതാണല്ലോ. അങ്ങനെ അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, പ്രത്യക്ഷത്തിൽ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, റഷ്യ ഇതിനെ റഷ്യയും ചൈനയും ഇറാനെ സപ്പോർട്ട് ചെയ്ത് വരാനും അത് അമേരിക്കയുടെ പിന്നിൽ മറ്റു രാജ്യങ്ങൾ അണിനിരക്കാനും ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെ പിന്നിൽ മറ്റു രാജ്യങ്ങൾ അണിനിരന്ന് ഒരു ലോക യുദ്ധത്തിലേക്ക് മാറാം ഭാവിയിൽ. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ പവർ ടെൻഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഗ്ലോബൽ പ്രോക്സി വാർ, ഇനി ലോക മഹായുദ്ധമായിട്ട് മാറിയിട്ടില്ലെങ്കിലും ലോകരാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോക്സി വാറുകൾ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം റീജിയണൽ ഡിസ്റ്റെബിലൈസേഷൻ ആണ്. എപ്പോഴും ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റ് എപ്പോഴും എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. സിറിയയിലായാലും ഇറാഖിലായാലും ലബനാനിലായാലും ഒക്കെ ഒരു യുദ്ധങ്ങൾ, ഇപ്പം ഹമാസും ഇസ്രായേലും ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പലസ്തീനായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നതിടെ യമനിലുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി ഇറാന്റെയും ഇസ്രായേലിൻ്റെയും കൂടി ഒരു വാർ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ കാര്യം നമുക്ക് നോക്കേണ്ടത് ഇത് ഇന്ത്യനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്ത്യനെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ട് നല്ല റിലേഷനുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം നമുക്ക് ഇസ്രായേൽ നമ്മുടെ ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജിക്ക് ഇസ്രായേൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. എനർജി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറാൻ ആശ്രയിക്കുന്നുണ്ട്. ചാബഹാർ പോർട്ടൊക്കെ നമുക്ക് അവിടെ സ്വന്തമായിട്ടൊരു പോർട്ട് ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്, ചാബഹാർ പോർട്ട്. അപ്പം രണ്ട് രാജ്യങ്ങളും നമുക്ക് വേണ്ടതാണ്. അപ്പം നമുക്ക് ഒരു രാജ്യത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളോടും സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം കൂടിയാണ് ആര്, ഇന്ത്യ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് രണ്ട് രാജ്യവും വേണ്ടതാണ്. ഓക്കെ, മറ്റൊരു കാര്യം നമുക്ക് ഇതിൽ ഇനി ചർച്ച ചെയ്യാനുള്ളത്, ഇത് എങ്ങനെയാണ് UPSC ആസ്പിരൻസിന് സിവിൽ സർവീസ് പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഈ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. GS2 നിങ്ങൾക്ക് ഇന്റർനാഷണൽ റിലേഷൻ എന്നുള്ളതിലേക്ക് ഇത് വേണം. GS3 സെക്യൂരിറ്റി ആൻഡ് എനർജി എന്നുള്ള ടോപ്പിക്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. SA ടോപ്പിക്കുകളായിട്ട് ഗ്ലോബൽ പീസും ഡിപ്ലോമസിയും
കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് വെസ്റ്റ് ഏഷ്യ ജിയോ പൊളിറ്റിക്സ്, പ്രോക്സി വാറുകൾ, ഓയിൽ ഡിപ്ലോമസി, ന്യൂക്ലിയർ ട്രീറ്റി ഉണ്ടല്ലോ അത്, NPT, അതുപോലെ തന്നെ ഫോറിൻ പോളിസി നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അതിൽ പഠിക്കാൻ വേണ്ട പോയിന്റുകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് UPSC കുറഞ്ഞ ഫീസിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം 54,000 രൂപ വരുന്ന പ്രോഗ്രാം ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് 16,490 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. കൂടുതൽ അറിയാനായിട്ടുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആകത്തുക നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ എന്നുള്ള ജസ്റ്റ് അവർ തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല, ഇത് ലോകത്തിനെ പല രീതിയിലും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധങ്ങൾ രണ്ട് രാജ്യത്തിനും നേട്ടത്തിലേറെ നഷ്ടങ്ങളുടെ കഥകളായിരിക്കും അവസാനം പറയാനുണ്ടാവുക. ഒരുപാട് സങ്കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും മരിച്ചവരുടെയും അപകടത്തിൽ പറ്റിയ ആളുകളുടെയും ഒക്കെ കഥകളായിരിക്കും പലപ്പോഴും എല്ലാ യുദ്ധങ്ങൾക്കും പറയാനുണ്ടാവുക, നേട്ടത്തിലപ്പുറം. അതുകൊണ്ട് യുദ്ധമൊന്നും ഇല്ലാത്ത ഒരു സമാധാനമുള്ള ലോകത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF-ഉം ബന്ധപ്പെട്ട കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യാം ഉടനെ കാണാം. അതുവരേക്കും ബൈ.